പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ തിടുക്കത്തിൽ ഒരു തീരുമാനം വേണ്ട എന്ന യു ഡി എഫിന്റെ തീരുമാനം. യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായം എടുക്കണം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പിന്തുണ സ്വീകരിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ കഴിയും. സലീം മാലിക് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു. സലീം, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പി വി അൻവറിനെ വളരെ വേഗത്തിൽ യു ഡി എഫിലേക്കോ അതല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിലേക്കോ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ തീരുമാനം. അതിൽ വിശദമായ ഒരു ആലോചന വേണം. അതേസമയം പി വി അൻവറിൻ്റെ പിന്തുണയെ തള്ളുന്നില്ല. പി വി അൻവറിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യേണ്ടതില്ല തൽക്കാലം എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ തീരുമാനം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം പിന്തുണ സ്വീകരിച്ചാൽ മതി എന്നൊരു നിലപാടാണ്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്നൊരു പ്രഖ്യാപനം, അത് പി വി അൻവറിൻ്റെ ആ പ്രഖ്യാപനത്തെ കോൺഗ്രസ്സുകാർ ഒരേ മനസ്സോടുകൂടി അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന നിലയിലേക്ക് നടത്തിയത് അത് വലിയ നിലയിലുള്ള ഒരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ് പി വി അൻവറിനെ കൊണ്ട് ആ നിലയിലൊരു പ്രസ്താവന നടത്താൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിനുള്ളിലെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിനും വളരെ മുൻപ് പി വി അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കിയാൽ അത് മറ്റേതെങ്കിലും തരത്തിൽ ഗുണത്തേക്കാളേറെ ദോഷമാകുമോ എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഈ ഒരു തീരുമാനം തിടുക്കപ്പെട്ട് വേണ്ട എന്ന നിലയിലേക്ക് എത്തുന്നത്. മാത്രമല്ല കെ പി സി സിയുടെ വിവിധ യോഗങ്ങളിൽ, അത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും ഒപ്പം തന്നെ കെ പി സി സി നേതൃയോഗങ്ങളിലും ഒക്കെയും ഈ വിഷയം സംസാരിക്കും. അതിൽ നിന്നും മുഴുവൻ നേതാക്കളുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കും. ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ മറ്റെല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായം പി വി അൻവർ വിഷയത്തിൽ സ്വീകരിക്കും. ഒപ്പം മലപ്പുറം ഡി സി സിയുമായി പ്രത്യേകം തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം കൂടി രൂപീകരിക്കും എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അതിനൊക്കെ ശേഷം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്തുണ സ്വീകരിക്കുന്ന കാര്യം തീരുമാനിക്കാമെന്നുള്ളതാണ്. അതേസമയം പി വി അൻവർ ഉന്നയിച്ച ചില വിഷയങ്ങളോട് യു ഡി എഫിന് യോജിപ്പിട്ട് ആ വിഷയങ്ങളിൽ പി വി അൻവറിന് പിന്തുണ നൽകും. പി വി അൻവറിനെ രാഷ്ട്രീയമായി വേട്ടയാടിയാൽ അതിന് പിന്തുണ നൽകും എന്നും യു ഡി എഫ് പറയുന്നു. അപ്പോഴും നിലവിൽ ഈ ആര് സ്ഥാനാർത്ഥി, ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കം എങ്ങനെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യു ഡി എഫ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വളരെ മുൻപ് തന്നെ ഈ ആ നിലയിലേക്കുള്ള കാര്യങ്ങൾ, ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി വളരെ ഗൗരവത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കാണ് യു ഡി എഫ് ഇപ്പോൾ കടക്കുന്നത്. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.